ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 21 റിവ്യൂ. ഇന്ന് ലാലേട്ടൻ വന്ന് ആര്യനെ പൊളിച്ചടക്കി. അക്ബർ, അഭിലാഷ്, ഉണിയൽ എന്നിവർക്ക് നല്ല താക്കീത് നൽകി. അനീഷിന് ലാലേട്ടൻ്റെ കയ്യടി കിട്ടി. ആദ്യം തന്നെ ലാലേട്ടൻ ചോദിച്ചത് വൃത്തിയെപ്പറ്റിയായിരുന്നു. അവിടെയുള്ള വൃത്തിയെപ്പറ്റി അറിയാൻ വേണ്ടി ലാലേട്ടൻ എല്ലാവരെയും പുറത്താക്കി സ്പൈക്കുട്ടനുമായിട്ട് ഹൗസിൽ കയറി എല്ലായിടത്തും പരിശോധിച്ചു വൃത്തിയെപ്പറ്റി. അവിടെ ഇരുന്ന നവീൻ ഒളിച്ചു വെച്ച ആര്യൻ്റെ ബാഡ്ജ് എടുത്തു കൊണ്ടുവന്നു. പച്ചക്കറി അരിയാൻ ഉപയോഗിച്ചിരുന്ന കത്തിയെടുത്താണ് താടി ഷേവ് ചെയ്യുന്നത് എന്ന് മോഹൻലാൽ ആര്യനോട് ചോദിച്ചു. കത്തി കഴുകാതെയാണോ സമോസയൊക്കെ മുറിച്ചത് എന്ന് ആര്യനോട്. ഹൗസിലുള്ളവരുടെ അയ്യടാന്നുള്ള ഭാവം. ബാഡ്ജ് എവിടെ പോയെന്ന് ആര്യനോട് ചോദിച്ചപ്പോൾ കാണാതായെന്നുള്ള മറുപടിക്ക് മോഹൻലാൽ ഇതാണ് ബാഡ്ജ്, ഇനി ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന്. അങ്ങനെ ആര്യന് ബാഡ്ജും തൻ്റെ സ്വന്തം വസ്ത്രങ്ങൾ നഷ്ടമായി. അക്ബറിൻ്റെ ചീത്ത വാക്കുകളും ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നതും തലയിണ വലിച്ചെറിയുന്നതും മറ്റുമുള്ള വീഡിയോ ലാലേട്ടൻ കാണിച്ചു കൊടുത്തു. മോഹൻലാൽ താക്കീത് ചെയ്തിട്ട് കൺഫെഷൻ റൂമിൽ വരാൻ അക്ബറിനോട് ആവശ്യപ്പെട്ടു. അവിടെ അക്ബറിൻ്റെ ഉമ്മയുടെ കോൾ വന്നു. ഉമ്മ പറഞ്ഞു, മോനെ ഇങ്ങനെ ദേഷ്യപ്പെടരുത്, വീട്ടിൽ കാണിക്കുന്ന പോലെ തമാശ കാണിച്ച് ഇരിക്കുക എന്ന് ഉമ്മ ഉപദേശിക്കുന്നു അക്ബറിനെ. അക്ബർ കരഞ്ഞുകൊണ്ട് തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. ഉണിയലിനെയും അഭിലാഷിനെയും എഴുന്നേറ്റ് നിർത്തി മോഹൻലാൽ താക്കീത് ചെയ്തു. അവരെക്കുറിച്ച് പ്രേക്ഷകർക്കുള്ള അഭിപ്രായം വീഡിയോയിൽ കാണിക്കുന്നു. പ്രേക്ഷകർ അവർ ചീത്ത വാക്കുകൾ പറയുന്നതിനെ സംസാരിക്കുന്നു. ഇനിയും ഇതാവർത്തിച്ച ഉറപ്പായിട്ടും പുറത്തു പോകേണ്ടി വരുമെന്ന് മോഹൻലാൽ അവരെ താക്കീത് ചെയ്യുന്നു. പണിപ്പുരയിൽ പോകാനുള്ള ഓരോ ടാസ്കിനെ പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. 3 ധീരന്മാരെ എഴുന്നേൽപ്പിച്ച് നിർത്തി മോഹൻലാൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടാസ്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത്? ഈ ടാസ്ക് ലെറ്ററിൽ ഇപ്പോൾ മുതൽ സംസാരിക്കാൻ പാടില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ടെന്ന് അനീഷ് പറയുന്നു. ആര്യനും ജിസേലിനും ഒക്കെ ഒരു പുച്ഛമാണ് ഇത് കേൾക്കുമ്പോൾ. ജിസേലിനും ആര്യനും എന്താ മൊട്ടയടിക്കാത്തതെന്ന് മോഹൻലാൽ ചോദിക്കുന്നു. അവർ ഓരോ ന്യായങ്ങൾ പറയുന്നു. ആ ടാസ്കിൻ്റെ വീഡിയോ മോഹൻലാൽ കാണിക്കുന്നു. അതിൽ ആര്യൻ ഓരോ ന്യായങ്ങൾ പറയുന്നത്, ഓരോ നിലപാട് 1, നിലപാട് 2 അങ്ങനെ 7 നിലപാടുകൾ മാറി മാറി പറയുന്നത് കാണിക്കുന്നു. ആര്യനെ പൊളിച്ചെടുക്കുന്നു മോഹൻലാൽ. എത്ര പൊളിച്ചടിക്കാലും ആര്യൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഞങ്ങളായിരുന്നെങ്കിൽ മൊട്ടയടിച്ചേനെ എന്ന് പറഞ്ഞിരുന്നവരോടെല്ലാം മോഹൻലാൽ എഴുന്നേക്കാൻ പറയുന്നു. അനുമോളും ഷൈത്തയും അപ്പാനെയൊക്കെ. നിങ്ങൾ ശരിക്കും അടിക്കുമെന്ന് മോഹൻലാൽ അവരോട് ചോദിക്കുന്നു. ഷൈത്തയൊക്കെ പറയുന്നു ഉറപ്പായിട്ട് അടിക്കുമെന്ന്. അനുമോളും. ഇനിയും മത്സരങ്ങൾ വരുമല്ലോ, അപ്പം കാണാം ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അന്ന് ജിസൈലിന് മുമ്പിലുണ്ടായിരുന്ന പൊതി അഴിക്കാൻ മോഹൻലാൽ പറയുന്നു. അതിൽ ഒരു ഡ്രിമ്മറും പിന്നെ അതിലൊരു കുറിപ്പും. അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമോ എന്ന്. പിന്നെ ഒരു 1000 പോയിന്റും. ആര്യനും ജിസൈലൊക്കെ മണ്ടത്തരം പറ്റിയതുപോലെ ആയിപ്പോയി. ആര്യന് ഹീറോയാകാനുള്ളൊരു അവസരമാണ് തുലച്ചു കളഞ്ഞത്. മാത്രമല്ല ആര്യനും ജിസൈലും പ്രേക്ഷകരുടെ മുമ്പിൽ എക്സ്പോസ് ആയിപ്പോയി. അനീഷ് കറക്റ്റായിട്ട് ചെയ്തു. ലാലേട്ടൻ അനീഷിനെ കൈയടിച്ച് അഭിനന്ദിച്ചു. കൂടെയുള്ള പലർക്കും ആ അഭിനന്ദനം ഇഷ്ടമായിട്ടില്ല. അവൻ്റെ മുഖഭാവം കണ്ടാൽ അറിയാം. ഭൂമി കയ്യേറ്റത്തിൻ്റെ വീഡിയോ ലാലേട്ടൻ കാണിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ച മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന സിനിമയിലെ അവസാനത്തെ സ്റ്റണ്ട് രംഗത്തിൽ എല്ലാവരും എന്തിനോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ അടിക്കേണ്ടെന്നറിയാതെ അടിക്കുന്നവരെയാണ് നിങ്ങളടിച്ചതെന്ന് മോഹൻലാൽ അവരോട്. സരിക കലാഭവനെ വെച്ച് ഹോട്ട് സീറ്റ് നടത്തിയതിനെപ്പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. ഹോട്ട് സീറ്റിൽ ഇഷ്ടമുള്ളത് ചോദിക്കും, അതറിയാൻ പാടില്ല എന്ന് സരികയോട് മോഹൻലാൽ ചോദിക്കുന്നു. അവസാനം മോഹൻലാൽ സ്റ്റോർ റൂമിൽ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതെടുത്ത് വായിക്കാൻ പറയുന്നു. അവർ സ്റ്റോർ റൂമിൽ കയറിയപ്പോൾ അവിടുത്തെ വാതിലടഞ്ഞു. ആ ലെറ്റർ എടുത്ത് വായിച്ചപ്പോൾ അതിൽ എവിക്റ്റ് ആയതിനെപ്പറ്റി സൂചനകളുണ്ടായിരുന്നു. അവരുടെ കണ്ണ് കെട്ടിക്കൊണ്ട് മോഹൻലാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ലെറ്ററിൽ മോഹൻലാൽ കാണിച്ചു എവിക്റ്റഡ് എന്ന്. വീട്ടുകാർക്കൊരു സംശയം, അവർ എവിക്റ്റഡ് ആയെന്ന്. പോയിട്ട് കാണുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ സ്ക്രീനിൽ സരിക കലാഭവൻ. അവർ പ്രതീക്ഷിച്ച് കാണില്ല, ഈ ആഴ്ച പോകുമെന്ന്. നാളെയും എവിക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് മോഹൻലാൽ യാത്ര ചോദിച്ചു. സരിക പോയതിൽ ആർക്കും വിഷമമില്ലെന്ന് അനുമോൾ. ഷൈത്തി പറഞ്ഞു, എനിക്ക് ചോറ് കഴിക്കാൻ കൂടി തോന്നുന്നില്ല. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.